ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവർസിയർ എക്സാം മാറ്റി വെച്ച എക്സാം ഉണ്ടല്ലോ. അപ്പോൾ ആ എക്സാം ഉടനെ തന്നെ ഈ അൺസർട്ടനിറ്റി ഒക്കെ തീരുമ്പോൾ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ എക്സാമുകൾക്ക് PSC എത്ര ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റിൽ നിന്ന് ആവറേജ് ചോദിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി മാത്രമാണ്. നമ്മളൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇയേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ഓരോ സബ്ജക്റ്റിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ ഇങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി മാത്രമാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഏത് സബ്ജക്റ്റിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം, ഏത് കുറച്ച് പ്രയോറിറ്റി കൊടുത്താൽ മതി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ എക്സാമിന് ഏത് സബ്ജക്റ്റിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. എന്നിരുന്നാൽ കൂടി എത്ര പെർസെൻറ്റേജ് വന്നിരുന്നു അല്ലെങ്കിൽ ഇത്രയും കാലം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ അൺസർട്ടനിറ്റി ഉള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ തന്നെ ഒരുപാട് പേര് തന്നെ പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാകും. അവർക്കൊക്കെ ജോബ് എന്ന് പറയുന്ന ഒരു അനിശ്ചിതത്വത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പലരും ഈ സ്ഥിരമായ ഒരു ജോലി എന്നുള്ള രീതിയിലേക്ക് സർക്കാർ സേവനങ്ങളിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനി വരും വർഷങ്ങളിൽ നിങ്ങൾ കോമ്പറ്റീഷൻ വളരെ വളരെ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് പഠിക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലുപരി സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് PSC എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സബ്ജക്ട്സും എത്രത്തോളം അല്ലെങ്കിൽ ഏതൊക്കെ കൂടുതൽ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപരേഖ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാരണം ഏറ്റവും ലാസ്റ്റാണ് ഇതിൻ്റെ ആവറേജ് പെർസെൻറ്റേജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഞാൻ ഇതിനകത്ത് 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കളക്ട് ചെയ്തത്. 2014 തൊട്ട് 2017 വരെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ സബ്ജക്റ്റിൻ്റെയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നിട്ടൊരു ഗ്രാഫിക്കലായിട്ടാണ് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും CAD, RCC, ജിയോ ടെക്നിക്കൽ, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ, ബിൽഡിംഗ് ഡ്രോയിങ്, ഇറിഗേഷൻ, ഹൈഡ്രോളജി, എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ്. ഇങ്ങനെ ഓരോ സബ്ജക്ട്സ് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂ കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് 2014 എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിൽ തന്നെ നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. 2015 ഓറഞ്ച് കളറിലും, ഗ്രേ കളർ 16, യെല്ലോ 17. പിന്നെ നിങ്ങൾക്കറിയാം ഇത് 18 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലാണ്. കാര്യം ഇപ്പോൾ ഒരു വർഷം ഒരു ഓഗസ്റ്റിലായിരുന്നു. ഒരു ഓഗസ്റ്റിന് ശേഷം, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2018 ഓഗസ്റ്റിന് ശേഷമാണ് PSC സാങ്കേതിക തസ്തികകളിൽ നിന്ന് പൊതുവിജ്ഞാനം, അതായത് ജനറൽ നോളജ് എടുത്ത് മാറ്റുക എന്നുള്ള തീരുമാനം എടുത്തു. അപ്പം 80 ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്നിക്കലും 20 GK ആയിരുന്ന സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണിത്. ഇപ്പം ഫുള്ളും 100ഉം നമുക്കറിയാം ടെക്നിക്കലാണ്. അപ്പോൾ ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം RCC എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ എടുക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. എസ്റ്റിമേഷൻ 2014 9 ക്വസ്റ്റ്യൻ, 15 3 ക്വസ്റ്റ്യൻ, 16 12 ക്വസ്റ്റ്യൻ, 17 4 ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കണ്ടോ CAD ആണ്. CAD ഞാൻ ഇവിടെ 0 കാണിച്ചിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ കൂടെയും CAD ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് അതിനകത്ത് CAD കൂടി ഇൻക്ലൂഡ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി സബ്ജക്ട്സ് നോക്കാം. ഇവിടെയാണ് നമ്മുടെ കീ സബ്ജക്ട്സ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കുറച്ച് സബ്ജക്ട്സ് മാത്രം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, കോൺക്രീറ്റ് ടെക്നോളജി, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സർവേയിങ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതാണ് നമ്മുടെ കീ സബ്ജക്റ്റ്. അതായത് ഓവർസിയർ ലെവൽ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിരിക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. പിന്നീട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെൻഡ് കാണാൻ പറ്റുന്നത് സർവേയിങ്ങിലാണ്. 14, 16, 17 ആ റേഞ്ചിലൊക്കെയാണ് സർവേയിങ്ങിനും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഏകദേശം 10ന് മുകളിൽ ഓൺ ആവറേജ് എല്ലാ വർഷവും ചോദിക്കും. ഇത് ആവറേജ് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് 8 കാണുന്നത് കേട്ടോ. പിന്നെ മെക്കാനിക്സും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ ഹൈവേയും ഞാൻ റെയിൽവേ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് ഹൈവേയും റെയിൽവേയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ്
നമ്മുടെ സബ്ജക്റ്റ് വൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സർവേയിങ്ങും ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ബാക്കിയൊന്നും കുറവെന്നല്ല പറയുന്നത്, എന്നിരുന്നാലും ഇത് രണ്ടിനും കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൂടുതൽ തന്നെയാണ് ഓവർസിയർ എക്സാമുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. സാധാരണ A ലെവൽ എക്സാം ഒന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ കൂടി ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. അപ്പം ഇത്രയുമാണ് ഞാൻ ട്രെൻഡ്. ഇനി അവസാനത്തെ ഒരു സ്ലൈഡും കൂടി ഉണ്ട്. നിങ്ങൾ വീഡിയോ മൊത്തം കാണുക, എന്നാൽ മാത്രമേ പെർസെൻറ്റേജ് വൈസ് നിങ്ങൾക്ക് ഓൺ ആവറേജ് എത്ര ക്വസ്റ്റ്യൻസ് എന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അടുത്ത ആഴ്ചയ്ക്ക് ശേഷം ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്രാഷ് കോഴ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നത്, ഞാൻ എല്ലാ സബ്ജക്ട്സും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്രാഷ് കോഴ്സ് ടൈം ടേബിൾ പോലെ ഇടുമ്പം ഒരു ദിവസം ഇത് പഠിച്ചിട്ട് വരാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ റെഫറൻസ് വീഡിയോ ഇടാൻ പറ്റും, ഈ ക്ലാസ് പോയി കണ്ടിട്ട് പഠിച്ചിട്ട് വരാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ഡിലേ ചെയ്തത്. അപ്പം ക്രാഷ് കോഴ്സും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്ന ആഴ്ചകളിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. പിന്നെ ഞാൻ വീഡിയോസ് കാണുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതൊരു ഇൻഡിവിജ്വൽ ചാനലാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ഓരോ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുമ്പം എനിക്ക് അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും ഒത്തിരി കാര്യങ്ങളും ചെയ്തിട്ടാണ്, ഞാൻ ഹോംവർക്കും ചെയ്തിട്ടാണ് കൊണ്ടുവരൽ. അപ്പം അത് മുന്നോട്ട് വീണ്ടും കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ തന്നെ സഹകരണം വേണം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ചാനൽ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് കൂടുതൽ റീച്ച് കിട്ടിയും എനിക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാനും പറ്റും. അപ്പം നമ്മൾ ക്രാഷ് കോഴ്സ്, പിന്നെ അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കുറേ പേരൊക്കെ മെമ്പേഴ്സ് ആയിരിക്കാം. ബാക്കി ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് മോക്ക് ടെസ്റ്റുകൾ വരും ദിവസങ്ങളിൽ അടുത്ത ആഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ 100 മെമ്പേഴ്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനൽ ഓഫ് ടീച്ചേഴ്സാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. ആ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നിൽ കൂടുതൽ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ഓഫ് വേരിയസ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് ഉള്ളത് അതിനകത്ത്. ഓക്കെ, അപ്പം ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, സബ്ജക്റ്റ് വൈസ് ആവറേജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഓരോ സബ്ജക്റ്റിൻ്റെയും ആവറേജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര ചോദിക്കാം നമുക്ക് എക്സാമിന്, ഓവർസിയർ ലെവൽ എക്സാമിന് 2014 തൊട്ട് 2017 വരെ ഞാൻ വിവിധ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നടത്തി എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് നടത്തിയ സ്റ്റഡി വഴിയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സർവേയിങ്ങിന് 17% നിങ്ങൾക്ക് കാണാം, ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽസിന് 19% കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് രണ്ടുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ശതമാനം കാണിച്ചു, പിന്നെ അതിൻ്റെ അപ്പുറത്ത് കണ്ടോ ആവറേജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ആവറേജ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സർവേയിൽ ഒരു 14 പ്രതീക്ഷിക്കാം, ബിൽഡിംഗ് മെറ്റീരിയൽസിൽ 15 പ്രതീക്ഷിക്കാം, മെക്കാനിക്സ് ഒരു 8. പക്ഷെ നിങ്ങൾക്ക് ഈ CAD മാത്രമാണ് 0 നിങ്ങൾ കണ്ടതല്ലേ, CAD 0 കണ്ടു. അപ്പം CADിനകത്ത് നിങ്ങൾക്ക് 0 വരാൻ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ബിൽഡിംഗ് ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ കൂടെ CAD ആഡ് ചെയ്ത് പോയി. പിന്നെ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് വളരെ കുറവാണ്, 1% ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനൊക്കെയാണ് മിക്ക എക്സാമുകൾക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലായി എന്നുള്ളൊരു ട്രെൻഡാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ജിയോടെക്കും അങ്ങനെ തന്നെയാണ്, വളരെ റെയറായിട്ട് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് അത് രണ്ടും ആവറേജ് എടുത്തപ്പോൾ വളരെ കുറവ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഈ 1, 2 ഇപ്പം ഞാൻ പറഞ്ഞ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒത്തിരി ബാക്കിലേക്ക് കൊണ്ടുപോകും, ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെത്തും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു സബ്ജക്റ്റ് മാറ്റി വെച്ച് പഠിക്കണം എന്നല്ല ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 14 ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു റേഞ്ച് എന്ന് പറഞ്ഞാൽ +3 അല്ലെങ്കിൽ -3, 17 വരെ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു -3, 11 വരെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് കുറേ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സ് തഴയണമെന്നല്ല ഞാൻ പറയാം. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ടൈം കൊടുക്കുന്ന ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് സഹായകരമാക്കാനായിട്ട് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 1 മാർക്കുള്ള സബ്ജക്റ്റ് അത്രയും ടോപ്പിക്ക് പഠിച്ചാലായിരിക്കും 1 മാർക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ന് വെച്ച് മടിച്ചിരിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ആ 1 മാർക്കാണ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട്സും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രത്തോളം സ്പെസിഫിക് ആണ് നമുക്ക്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ടൈം മാറ്റി വെക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാറ്റേൺ
അറിയാൻ വേണ്ടിയിട്ട്, ഒരു ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പെർസെൻറ്റേജും ആവറേജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് +or-3 റേഞ്ചും കാണിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ ഫൈനലാണെന്ന് വിചാരിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു 80 ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണ് ടെക്നിക്കലി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിന് നല്ലപോലെ വ്യത്യാസം വരാം. എന്നിരുന്നാലും ഈ 2 സബ്ജക്ട്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ ഞാൻ ടെലിഗ്രാം ചാനലിൽ തന്നെ ഒരു പോൾ ഇട്ടിരുന്നു, ഏത് സബ്ജക്ട്സിൻ്റെ ക്ലാസ്സാണ് വേണ്ടത്. അപ്പോൾ അതിനകത്തും കുറേ പേര് സർവേയിങ്ങിൻ്റെ ക്ലാസ്സസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർവേയിങ്ങിൻ്റെ ക്ലാസ്സസ് അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പം ഇതാണ് ഈ ഒരു സബ്ജക്റ്റ് വൈസ് ട്രെൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ RCC ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചിരിക്കുന്ന വളരെ കോൺക്രീറ്റ് ടെക്നോളജിയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, എന്നാൽ RCCയിലേക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് RCCയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കണ്ട് പേടിക്കണ്ട. എല്ലാം പക്ഷെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ സബ്ജക്ട്സും പഠിച്ചിട്ട് പോയാൽ നമ്മൾ സേഫ് സോണിലാണ്. ഇപ്പോൾ ഈ പറയുന്ന 1 മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ നമ്മൾ ചിലപ്പോൾ പഠിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വരാം. ചിലപ്പോൾ സിലബസിൽ കുഞ്ഞൊരു ടോപ്പിക് ആയിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സിമ്പിളാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പം കുറച്ച് നോക്കിക്കൊണ്ട് പോയ ഓർമ്മയിൽ ചിലപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻ കിട്ടാം. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതായത് നിങ്ങൾ സിലബസ് വെച്ച് പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ പ്രയോറിറ്റി കൊടുത്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു അപ്പീലും വേണ്ട. 3rd പറഞ്ഞ പോയിൻറ്റിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. PSCയുടെ സൈറ്റിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഫൈനൽ ആൻസർ കീയും കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം, വർക്കൗട്ട് ചെയ്യാം. OMR ഷീറ്റ് പറ്റുമെങ്കിൽ പ്രിൻ്റ് എടുക്കുക. OMR ഷീറ്റ് പ്രിൻ്റ് എടുക്കാൻ ഇപ്പം അവസ്ഥയിൽ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ബുക്കിനകത്ത് നമ്പർ ഇട്ട് എഴുതിയാലും മതി. അതായത് ബുക്ക് ഫുൾ അടച്ച് വെച്ചിട്ട് എക്സാമായിട്ട് തന്നെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുള്ള എക്സാമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അത് ഫുൾ പഠിച്ച് തീർന്നവരെ ആയിട്ടല്ല പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ പഠിക്കുന്ന ഒരു പ്രവണതയും PSCയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ലെവലുള്ള ഓവർസിയർ ഗ്രേഡ് 3, ഗ്രേഡ് 2, ഗ്രേഡ് 1 ഇത് 3ഉം കളക്ട് ചെയ്യുക. ആദ്യം ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് അതൊരു ലെവലായിട്ട് ഗ്രേഡ് 2ലേക്ക് കയറുക. അതൊരു ലെവലായിട്ട് ഗ്രേഡ് 1ലേക്ക് വരാം. ഓക്കെ, പിന്നെ ഇനി AE ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നവർ പിന്നീട് AE ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. പിന്നെയും വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ ഷെയർ ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.